ഇടുക്കി മില്ലുംപടി സ്നേഹദീപം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. നിരവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ് കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. ഉടൻ റോഡിന്റെ നിർമ്മാണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. ദിവസവും നിരവധിയായ ആളുകൾ യാത്രക്കായി ഉപയോഗിക്കുന്ന റോഡാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ ഉൾപ്പെടുന്ന മില്ലുംപടി സ്നേഹദീപം റോഡ്. പ്രദേശത്തെ പ്രധാന ഇടവഴികളിലൊന്നായ ഈ റോഡിന്റെ ഏതാനും ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. റോഡിൽ മുമ്പ് ടാറിംഗ് ജോലികൾ നടത്തിയെങ്കിലും ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ടാറിംഗ് ഇളകിപ്പോയതായി പ്രദേശവാസികൾ പറയുന്നു. വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് ടാറിംഗ് അല്ല, പകരം കോൺക്രീറ്റ് ജോലികൾ നടത്തി റോഡ് യാത്രായോഗ്യമാക്കുകയാണ് വേണ്ടതെന്നാണ് പ്രദേശവാസികളുടെ വാദം. ഈ സ്നേഹദ്വീപ് റോഡ് ഇതിൻ്റെ രണ്ട് വശത്തും ജനവാസ മേഖലയാണ്. ഈ റോഡ് ടാർ ചെയ്തിട്ട് ഒരു മാസം തികച്ച് ഈ ടാറിങ് ഇവിടെ നിന്നില്ല. ഞാൻ അന്ന് പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു, ഈ റോഡ് ടാറിങ് അല്ല, ഇത് നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്യണം. ഇവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. പണ്ട് കാലത്ത് ഇത് നെൽകൃഷി ചെയ്ത സ്ഥലങ്ങളാണ്. അതെല്ലാം ഇപ്പോൾ കൃഷി അന്ന് ചെയ്യാൻ പറ്റാതെ വന്നു. ഇത് ജനങ്ങൾക്ക് 5 സെൻറ്റും 10 സെൻറ്റൊക്കെ വാങ്ങി ഇവിടെ ജനങ്ങൾ താമസം തുടങ്ങി. അങ്ങനെ സ്നേഹദ്വീപ് എന്ന് പേരിട്ടു. ആ സ്നേഹദ്വീപിൻ്റെ പ്രധാന റോഡാണിത്. കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഗതാഗത സൗകര്യം റോഡാക്കി മാറ്റാൻ അടിയന്തരമായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് തയ്യാറെടുക്കണം. അംബേദ്കർ റോഡുമായിട്ടാണ് മില്ലുംപടി സ്നേഹദീപം റോഡ് സംഗമിക്കുന്നത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ടാക്സി വാഹനങ്ങൾ ഇതുവഴി കടന്നുവരാൻ മടിക്കുന്ന സ്ഥിതിയുണ്ടെന്ന് സമീപവാസികൾ പറയുന്നു. മഴക്കാലം എത്തുന്നതോടെ കുഴികളിലാകെ വെള്ളക്കെട്ടും രൂപം കൊള്ളും. ഈ റോഡിന്റെ നിർമ്മാണ ജോലികൾ ഫലപ്രദമായ രീതിയിൽ പൂർത്തീകരിക്കണമെന്നാണ് ഈ റോഡിനെ യാത്രയ്ക്കായി ആശ്രയിക്കുന്നവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.